പാട് 16 എടുക്കാൻ പോകുന്നത്. റീട്ടി കി ഹട്ടി. ജഗദീഷ് ചന്ദ്ര മാഥുറാണ് റീട്ടി കി ഹട്ടി എഴുതിയിട്ടുള്ളത്. 16 ജൂലൈ 1917 ഉത്തർപ്രദേശിലെ ബുലന്ദർ രാഹ് എന്ന് പറയുന്ന ജില്ലയിലെ ഗുർജ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാരംഭ ശിക്ഷ ഗുർജയിൽ തന്നെയായിരുന്നു. ഹിന്ദി നാടകകാരനാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തിനും സംസ്കൃതിയും ആയോജനത്തിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ, പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. റീട്ടി കി ഹട്ടി ഏക സാമാജിക ഏകാംഗിയാണ്. റീട്ടി കി ഹട്ടി എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഏകാംഗിയാണ്. इसमें लड़का के विवाह के लड़का लड़की और उसके परिवार सामने आने वाली समस्याओं का चित्रण है. ഇതിൽ ലഡിക്കിയുടെ വിവാഹത്തിലുണ്ടാകുന്ന ലഡിക്കി ഓർ ഉസ്കെ പരിവാർ, ആ പെൺകുട്ടിയും അവളുടെ കുടുംബവും തമ്മിലുണ്ടാകുന്ന സമസ്യകൾ, പ്രശ്നങ്ങളാണ് കുറിച്ചിട്ടാണ് പറയുന്നത്. इसमें मध्यवर्गीय परिवार के एक पढ़ी लिखी लड़की के सामने ये बाली चुनौतियों का मर्मस्पर्शी चित्र खींच गया है. മധ്യവർഗീയ പരിവാരത്തിലുണ്ടാകുന്ന പഠിച്ചതും എഴുതാൻ അറിയുന്ന പെൺകുട്ടികളുടെ മുന്നിൽ വരുന്ന ചില കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ സൂചനകളെ കുറിച്ചിട്ടാണ് മർമ്മസ്പർശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. राम स्वरूप अपनी बेटी उमा के विवाह के लिए चिंतित और പ്രയാസരത് है. രാം സ്വരൂപ് അദ്ദേഹത്തിൻ്റെ മകളായ ഉമ്മയുടെ വിവാഹത്തിൽ ചിന്തിതമാണ്, പ്രയാസം അനുഭവിക്കുന്നതാണെന്ന് പറയുന്നു. ലड़के वाले लड़की कई बार देख चुके हैं लेकिन विवाह निश्चय नहीं हो पाए हैं. ആൺകുട്ടികൾ ഒരുപാട് വരും, പക്ഷേ അത് എന്താവില്ല, വിവാഹ നിശ്ചയത്തിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത്. ഏകാംഗിക്ക് ആരംഭ में राम स्वरूप के घर उसी के लिए तैयारियां चल रही हैं. इस क्रम में गोपाल प्रसाद अपने पुत्र शंकर के साथ उमा के देखने आने वाले हैं. അപ്രകാരമാണ് ഉമാശങ്കറിനെ കാണാൻ വേണ്ടിയിട്ട് ആര് വരുന്നത്, വിവാഹം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയെ നിശ്ചയിക്കാൻ ഗോപാൽ പ്രസാദ് വരുന്നത്. ഗോപാൽ പ്രസാദ് ഗോപാൽ പ്രസാദ് അവൻ്റെ മകനായിട്ടുള്ള പുത്രനായിട്ട് വരുന്നത്. ബൈഠക്ക് ടീക് ടാക് കിയാ ജാ രഹാ ഹൈ, രാസ്തേക്ക് വ്യവസ്ഥ की जा रही है. राम स्वरूप के घर उसी के लिए तैयारियां चल रही. രാം സ്വരൂപിൻ്റെ വീട് ഇതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ബൈഠക്ക് ടീക് ടാക് കിയാ ജാ രഹാ ഹൈ, ഇരിപ്പിടം നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. നാശ്തയ്ക്ക് വ്യവസ്ഥയ്ക്ക് ജാ രഹി, എന്താണ്, കാലത്തെ ഭക്ഷണം കഴിക്കുന്നതിനാണ് അവർ നിൽക്കുന്നത്, തയ്യാറ് ചെയ്തത്. ഗോപാൽ പ്രസാദ് ശങ്കർ के आने पर उमा तैयार होकर सामने बुलाया जाता है. ഗോപാൽ പ്രസാദും ശങ്കറും ഉമ്മയെ കാണാൻ വന്നപ്പോൾ ഉമ്മ തയ്യാർ ഹോക്കർ സാമനെ ബുലായ ജാത്ത ഹൈ. ഉമ്മ അവരുടെ അടുത്ത് പോയി, തയ്യാറായിക്കൊണ്ട് അവരുടെ അടുത്ത് പോയി. ലड़के वाले देखते ढंग उनके सवालों और उमा उच्च शिक्षा पर उनके व्यवहार से आहत होकर उमा പ്രതിരോധ करती है. അപ്പോൾ പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അച്ഛൻ അവരോട് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് മോള് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ അവൾ പ്രതിരോധിച്ചു എന്നാണ് പറയുന്നത്. ഏകാംഗിസ്കി വിവശത ക്രോധ ഓർ ആക്രോശ കെ സാത്ത് സമാപ്ത് ഹോത്തി ഹൈ. ഈ ഏകാംഗി വിവശതയും അതുപോലെ ദേഷ്യവും ക്രോധവും ആക്രോശമൊക്കെ കൂടി ചേർന്നാണ് സമാപ്തമാകുന്നത്. കഥാനായക വിസ്താർ ചരിത്രഘടനാവും കി മാധ്യം സേ കിയാ ഗയാ ഹൈ. ചരിത്രഘടനകളും ഈ അവരുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടും മൊത്തത്തിൽ ടോട്ടലായിട്ട് കഥയെ നല്ല രീതിയിൽ വിസ്തരിച്ചിട്ടുമാണ്, അങ്ങനത്തെ ഒരു മാധ്യമത്തിലൂടെയാണ് കഥ പോകുന്നതെന്ന്, ഏകാംഗി പോകുന്നതെന്ന് കവി പറയുന്നു. ഏകാംഗി अंत में गोपाल प्रसाद और शंकर का जाना और रतन का मकान लेकर पहुंचाना केवल संयोग नहीं है, एक नाटकीय कौशल है जो एक और अपूर्णता तो दूसरी और पूर्णता को दर्शाते हैं. ഇതിൽ കൂടുതലായിട്ട് നാടകീയമായിട്ടുള്ള കൗശലങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപൂർണതയെ കൂടെ തന്നെ ദൂസരി ഓർ പൂർണ്ണതക്കോ ദർശാത്തെ ഹൈ, പൂർണ്ണതയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് കഥയുടെ സാരാംശം എന്ന് പറയുന്നത്. 41 പേജ് നോക്കാം. उमा का चरित्र चित्रण. उमा रीटी की हट्टी एकांगी की नायिका उमा चरित्र प्रभावशाली है. എന്നാൽ റീട്ടി കി ഹട്ടിയിലെ കഥാനായികയാണ് ഉമ്മ. ഉമ്മയുടെ കഥാപാത്രം ശ്രദ്ധേയമാണ്. സ്പഷ്ടവാദി സാഹസി ഓർ തേജസ്വി ഹെ. സ്പഷ്ടമായ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ധൈര്യശാലിയുമാണ്.
झूठ दिखावा उसके बिल्कुल पसंद नहीं. ചിലെന്താ മറ്റുള്ളവരോട് നുണ പറയുക, അതുപോലെ നാട്യം കാണിക്കുക എന്ന് പറയുന്നത് അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ജബിക്ക് BA പാസ് ഹെ, അവൾ BA പഠിച്ചിട്ട കുട്ടിയാണ്. पर ലഡിക്കെ വാലോങ്കോ മെട്രിക് പാസ് ക്യൂം ബത്തായ ഗയാ ഹെ. അത് ആൺകുട്ടികളോട് വരുമ്പോൾ മെട്രിക്സ് പരീക്ഷ പാസ്സായി എന്ന് മാത്രമേ പറയാറുള്ളൂ. പിതാക്ക് ജൂട്ട് ബാത്ത് സെ വഹ് ദുഃഖി ഹെ. പിതയുടെ നുണ പറയുന്ന കാര്യത്തിൽ അവൾ വളരെ ദുഃഖമുള്ളവളാണ്. വിവാഹിക സമ്പത്ത് में उसके राय ना लाना वह अनुचित समझाती है. ഒരു വിവാഹത്തിന് ഒരു പെൺകുട്ടിയുടെ അവളുടെ അവളുടെ പ്രായം എന്ന് പറഞ്ഞാൽ അഭിപ്രായം ചോദിക്കാണ്ടിരിക്കുന്നത് അനുചിതമല്ല എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് ഇത്ര വരെ ചരിത്ര ചിത്രം പഠിച്ചാൽ മതി. रामस्वरूप का चरित्र चित्रण. रामस्वरूप रीति की हट्टी एकांकी നായിക ഉമ്മാക്കി പിതാ ഹെ. രാംസ്വരൂപ് റീട്ടിക്ക് ഹട്ടിയിലെ നായികയായിട്ടുള്ള ഉമ്മയുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്ര കെ ഹെ. സ്വഭാവം ആത്മീകി തരഹ് ഹെ. സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ സ്വഭാവമാണ്. യദ്യപി ഉൻകി ബേട്ടി BA തക് പഠി ഹെ. അദ്ദേഹത്തിൻ്റെ മകളായ ഉമ്മ BA വരെ പഠിച്ചിട്ടുണ്ട്. ഫിർ ഭി ഉസ്കി ഷാദിക്ക് ഖാതിർ ഇസ്കാ സഹാര ലേത്തെ ഹെ. അതിഥിയോं का स्वागत करना अधिक पसंद करते हैं. അതിഥികളെ സ്വാഗതം ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. करते हैं. ആവശ്യാനുസാർ സബ് കാം സഹി ടങ്ക് സെ കർണേ വാലെ വ്യക്തിയെ. ആവശ്യാനുസാരം എല്ലാ ജോലിയും നല്ല രീതിയിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിഥിയോങ്കെ ഹാം മിലാനെ കെ രൂപ് രഖ്തെ ജൈസെ തൈസെ കാം നിപാട്താ ചാഹത്തെ. എല്ലാ ജോലിയും കൃത്യമായി ചെയ്യും. മകളുടെ പെണ്ണുകാണിൽ എത്തിയ അതിഥികളെ അംഗീകരിക്കുകയും എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നിപാടത്തെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്ന എല്ലാ ജോലിയും നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ആര്? രാംസ്വരൂപ്. ഗോപാൽ പ്രസാദ് കാ ചരിത്ര ചിത്രൻ. ഗോപാൽ പ്രസാദ് ദേശ് में एक പ്രതിഷ്ഠിത വക്കീൽ ഹെ. ഗോപാൽ പ്രസാദ് ഒരു അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു വക്കീലാണ്. ഉസ്കാ സ്വഭാവ് വക്കീൽ കെ ജൈസെ ഹെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വക്കീലിൻ്റെ പോലെ തന്നെയാണ്. ഉസ്കെ ബാത് ഹെ കി ദമ്പ് അഹങ്കാർ ഓർ അഗഡ് ക പുഡ് ഹെ. അദ്ദേഹത്തിന് എന്താണ് നല്ല അഹങ്കാരവും അതുപോലെ തന്നെ ഒരു ഗർവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജാഞ്ച് പഠിത്താൽ കർത്തെ ഹെ കി യദ്യപി കുച്ച് പഠേ ലിഖേ ഹെ പരന്തു അപ്നെ ബേട്ടെ ശങ്കർ കെ ലിയെ കം പഠി ലിഖി ബേട്ടി ചാഹത്തെ ഹെ. എന്തുകൊണ്ടെന്നാൽ ശങ്കറിന് കൂടുതലായിട്ട് പഠിച്ച പെൺകുട്ടികളെ കൂടുതലായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്നു. കാരണം ദക്യാനൂരി വിചാരവും ഹോനയ്ക്ക് കാരൻ. യാഥാസ്ഥിതികമായിട്ടുള്ള വിചാരങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് സാധാരണ മെട്രിക് തക് പഠനേ വാലി ലഡിക്കിക്കും സാധാരണ മെട്രിക് വരെ പഠിച്ച പെൺകുട്ടികളെ മാത്രമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ജോ ഉൻകെ ഘർ കെ സാരേ കാം കരേ ഓർ സബ് കുച്ച് സഹത്തി രഹേ. അത് പഠിക്കാത്ത പെൺകുട്ടികളാണെങ്കിൽ എല്ലാ ജോലിയും സഹിച്ചുകൊണ്ട് വീട്ടിലെല്ലാ ജോലിയും ചെയ്തിട്ട് സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും സഹിച്ചുകൊണ്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ എന്താണ് പഠിച്ച പെൺകുട്ടികളെ തീരെ താല്പര്യമില്ല. शंकर का चरित्र चित्रण. रीटिकी हट्टी एकांकी का पात्र शंकर गोपाल प्रसाद का पुत्र है. गोपाल प्रसादिൻ്റെ പുത്രനാണ് ശങ്കർ. उसकी शादी का उमा नामक BA पास लड़की से होती है. BA പഠിച്ച പെൺകുട്ടിയായിട്ട് കല്യാണം കഴിയാണ്. ശങ്കർ ദുർബൽ ചരിത്രവാല അവാര കിസ്മ കാ യുവക് ഹെ. ദുർബലനാണ്, അതുപോലെ തന്നെ മോശം ചരിത്രമുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു, യുവകായിരുന്നു ആര്? ശങ്കർ. മെഡിക്കൽ की पढ़ाई करते समय उसका ध्यान पढ़ाई पर कम लड़कियों पर अधिक रहा है. മെഡിക്കൽ പഠിക്കുന്ന സമയത്ത് കൂടുതൽ സമയം ശ്രദ്ധ ആരിൽ കൊടുത്തിരുന്നു? പെൺകുട്ടികൾക്കാണ് കൊടുത്തിരുന്നത്. അവരെ അടുത്താണ് കൂടുതൽ അവരെ നോക്കിക്കൊണ്ട് നടന്നത്. പഠനത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലഡിക്കിയോക്കെ ഹോസ്റ്റൽ കെ ചക്കർ ലഗായ കർത്തെ ഹെ. ലഡിക്കികളെ ഹോസ്റ്റലിൽ കയറിയിട്ട് അവനെ പിടിക്കുകയുണ്ടായി ഒരു വട്ടം. ऐसे करते हुए कि दिन पकड़े जाने पर उसकी खूब पिटाई की जाती है. അതിന് ആ ദിവസം അദ്ദേഹത്തിന് ഒരുപാട് കുറേ ആൾക്കാർ ചേർന്ന് അദ്ദേഹത്തിന് കുറേ അടി കിട്ടി. ആ യുവകിനെ ആർക്ക്? ശങ്കറിന് ഒരുപാട് അടി കിട്ടുകയും इसकी लड़की रीटिकी हट्टी डूट गई. इससे उसकी അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നട്ടിൽ ഒടിയുകയും ചെയ്തു. और अब सीधा बैठने की असमर्थ है. ശരിക്കും നടക്കാൻ പോലും അതിന് അസമർത്ഥനായിരുന്നു, സാധിച്ചില്ലായിരുന്നു. അത് കിസി ബാത്ത് പർ ടിക്കാ नहीं रह सकता. ഏതൊരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യില്ല. വഹ് വഹി കർത്തെ ഉസ്കാ പിതാ കർത്തെ. പിതാവ് എന്ത് പറയുന്നു അതാണ് മകൻ ചെയ്യുന്നത്. വഹ് പഠാ ലിഖാ ഹോക്കർ ഭി പഠി ലിഖി ലഡ്കിക്ക് മാർക്ക് नहीं देते हैं. പഠിച്ചതും എഴുതിയതായിട്ടുള്ള
ആൾക്ക് പടി ലിഖി ലड़की महत्व नहीं देते പഠിച്ച പെൺകുട്ടികൾക്ക് പഠിച്ച പെൺകുട്ടികൾക്ക് ഒരു മഹത്വം കൊടുത്തിരുന്നില്ല. ആത്മവിശ്വാസ് की कमी के कारण उपहास का पात्र बनकर रह गए. ആത്മവിശ്വാസം കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഉപഹാസ് എല്ലാവരും മുന്നിൽ എന്താണ് പാത്രമായിട്ടാണ് മാറുന്നത്. 141 പേജ്. एकांकी के आरंभ रामस्वरूप और प्रेम किस लिए तैयार कर रहे थे? उमा को देखने के लिए, लड़के वालों के आने के लिए. उमा के अनुसार शंकर की बाइक बोन क्यों नहीं दे क्योंकि वह पिता के सामने बोलता नहीं था. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. इस एकांकी से संबंध विषय नहीं है. വിവാഹാഭ്യന്തരം സ്ത്രീ പുരുഷ का झगड़ा. വിവാഹത്തിന് ശേഷമുള്ള സ്ത്രീ പുരുഷന്മാരുടെ തല്ലൂട്ടത്തെ കുറിച്ചിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. ഉമ്മ ഗാത്തെ ഗാത്തെ അചാനക് കോം റുക് ജാത്തി ഹൈ ക്യോं? वह शंकर को पहचान लेती है. അഞ്ചാമത്തെ क्या लड़कियों का दिल नहीं होता यह वाक्य है उमा का. आरामते क्वेश्चन. अच्छा तो साहब फिर बिजनेस की बातचीत हो जाए से पता चलते है कि गोपाल प्रसाद की नज़र में विवाह भी बिजनेस है. चूँकि कमर इनकी खासियत है. किसके बारे में कहा गया है? शंकर के. निम्नलिखित कथनों से ही सही आगे सही और गलत के आगे गलत चिन्ह इंगित कीजिए. प्रेम के गाने के बचाने से चिट है. गलत. गोपाल प्रसंगों से चपराई टपकाती है. सही. अधिक पढ़ी लिखी लड़की के गीत संगीत और कमज़ोर होते हैं. गलत. पढ़ना लिखना और काबिल होना केवल मर्द का काम है. गलत. दुनिया की बहुत सारी बातें नियमों के केवल मर्द के लिए है. सही. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 144 പേജാണ്. रामस्वरूप और गोपाल प्रसाद बात बात पर हमारा जमाना था कहकर अपने समय की तुलना वर्तमान समय से करते हैं. इस प्रकार की तुलना करना कहाँ तक तर्कसंगत है? രാംസ്വരൂപും ഗോപാലും സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ കാലഘട്ടമല്ലെന്ന് പറയുന്നു. പോയ കാലത്തെ ഇന്നത്തെ കാലവുമായിട്ട് താരം ചെയ്യുമ്പോൾ ഇത്തരമൊരു താരതമ്യമൊക്കെ എവിടെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ऐसा अक्सर देखा जाता है कि खास उम्र के लोग अपने ज़माने खूबियों के याद करके नए ज़मानों को कोसते हैं. നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യുന്ന ഒരേ തെറ്റുകളെയും ചെയ്ത തെറ്റുകളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നയ ജമാനോ കോസത്തെ ഈ വരുന്ന പുതിയ കാലഘട്ടത്തെ എന്ത് ചെയ്യുന്നു? ശപിക്കുന്നു. किसी भी दो ज़माने से तरह तुलना करना किसी की दृष्टि से ठीक नहीं. രണ്ട് കാലഘട്ടത്തെയും കൂടിയിട്ട് താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. समय परिवर्तनशील है होते हैं और समय के साथ वस्तुस्थितियों भी बदलती है. ഓരോ സമയവും പരിവർത്തനമുള്ളതാണ്. സമയಕ್ಕೆ साथ വസ്തുസ്ഥിതിയോ ഓരോ വസ്തുവിൻ്റെയും സ്ഥിതികൾ മാറാനായിട്ട് മാറുന്നു. हर ज़माना अपने मूल्य और अपनी प्रणाली होती है. ഓരോ കാലഘട്ടത്തിന് अपने മൂല്യങ്ങളും അതിൻ്റെ മൂല്യങ്ങളും പരിഷ്കാരങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ज़्यादातर मामलों में आधुनिक ज़माना बीते हुए ज़माना तुलना में प्रगतिशील हो जाते. മിക്ക കാര്യങ്ങളും ആധുനികമായിട്ടുള്ള യുഗം ഭൂതകാലത്തേക്കാൾ പുരോഗതിയിലേക്ക് വരികയാണെന്ന് പറയുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. रामस्वरूप द्वारा अपनी बेटी को उच्च शिक्षा दिलवाना और उसे छिपाना यह विरोधाभास उसकी किस विशेषता को उजागर करते हैं? മകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുകയും മറച്ചുവെക്കുകയും ചെയ്യുന്ന രാംസ്വരൂപിൻ്റെ എന്ത് സ്വഭാവത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്? രാംസ്വരൂപ് की बेटी की उम्र विवाह लायक हो चुकी है. പ്രായം എന്താണ്? മകളുടെ പ്രായം കൂടുതലാണ്. അതുകൊണ്ട് ഭാരതീയ परंपरा के हिसाब से उन्हें जल्दी कोई योग्य वर देकर अपनी बेटी का विवाह तय करते हैं. അത് അവൾക്ക് ഉടൻ തന്നെ അനുയോജ്യനായിട്ടുള്ള വരനെ കണ്ടെത്തണമെന്ന് യോഗ്യനായിട്ടുള്ള വരനെ കണ്ടെത്തുന്ന बेटीക്ക് അതുകൊണ്ടാണ് അവന് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രായമായി തുടങ്ങി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വിവാഹം കണ്ടെത്തണമെന്നുള്ള ഒരു ഉറപ്പിക്കണമെന്നുള്ള ഒരു ഇതിലാണ് ആര് നടക്കുന്നത്? രാംസ്വരൂപ് നടക്കുന്നത്. तात्कालीन समय में लड़कियों का अधिक पढ़ा लिखा होना अच्छी बात नहीं मानी जाती है. ചില പെൺകുട്ടികൾ ഇപ്പോഴത്തെ കാലത്തിൽ അധികം പഠിക്കുന്നതും എഴുതുന്നതും നല്ലതല്ല എന്നാണ് ചിലരുടെ
പറയുന്നത്. इसलिए रामस्वरूप को अपनी बेटी के लिए योग्य वर तलाशने में कठिनाई हो रही होती है. അതുകൊണ്ട് തന്നെ മകൾക്ക് ഒരു യോഗ്യനായിട്ടുള്ള വരനെ കണ്ടെത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ആർക്ക്, അച്ഛനക്ക് സഹിക്കേണ്ട. अपनी बेटी के उच्च शिक्षा को विवाह के लिए छिपा रहा. അതുകൊണ്ട് തന്നെ അവളുടെ ഉച്ചശിക്ഷയെ കുറിച്ചിട്ട് അത് ഒളിച്ചു വെക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, अपनी बेटी का रिश्ता तय करने के लिए रामस्वरूप माँ की जिस प्रकार के व्यवहार की अपेक्षा कर रहे हैं वह उचित क्यों नहीं है. തൻ്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് രാംസ്വരൂപ് ഉമയിൽ നിന്ന് അപ്രകാരമുള്ള പ്രവൃത്തിയാണ് പ്രതീക്ഷിക്കുന്നത്. ശരിയല്ലാത്തത് എന്തുകൊണ്ട്? इस व्यक्ति को इस बात की अधिकार होना चाहिए किसी उसकी शादी ठीक होते वक्त उसकी बात भी सुनी चाहिए. വ്യക്തിക്ക് ഇസ് ബാത്ത് കാ അധികാർ ഹോനാ ചാഹിയെ. ഒരു വ്യക്തികൾക്ക് എന്ത് വേണം, അധികാരം വേണം. ഷാദിക്ക് ടീക്ക് ഹോത്തേ വക്ത്, ഷാദി നല്ല രീതിയിൽ കഴിഞ്ഞ് ഉസ്കി ബാത്ത് ബി സുനി ചാഹിയെ, കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുകയും വേണം. ജബ് പുരുഷോं के द्वारा रिश्ते परंपरागत तरीके से ठीक किया जाते हैं. എപ്രകാരമാണ് ഒരു പെൺകുട്ടിക്ക് അധികാരം ഉണ്ടെന്ന് പറയണേ ഷാദീനെ കുറിച്ചിട്ട് ചോദിക്കുന്നതിനും ഷാദി ചെയ്യുന്നതിനും അതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പ്രകടമാക്കുന്നതിന് എന്ത് വേണം? ഉസ്കി ബാത്ത് ബി സുനി ചായ, അവളുടെ താല്പര്യം ചോദിക്കേണ്ടതുണ്ട്. പരമ്പര തരീക്ക ടീക്ക് കിയാ ജാത്തേ ഹെ, ഇത് പരമ്പരാഗതമായിട്ടുള്ള തരീക്കയിൽ ടീക്ക് കിയാ ജാത്തേ ഫിർ വർ പക്ഷിക്കോ കുച്ച് അധികാർ പ്രാപ്ത ഹോത്തേ ഹെ. എന്താണ്, കുറച്ചും കൂടി അധികാരം ആർക്ക് കൊടുക്കണം? അവരുടെ അഭിപ്രായങ്ങൾ തേടുന്നതിൽ കൊടുക്കണമെന്ന് പറയുന്നു. ലड़के वालों के तरीके के टीक बजाकर लड़की को जांघने परख होते हैं. കേവല ഹർ തരീക്കെ സെ ടീക്ക് ബജാക്കർ, ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ട് ലड़की ജാഞ്ചന പറക്കത്തെ ഹെ, പെൺകുട്ടികളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു. ये बात किसी भी स्वाभिमानी लड़की को नगर गुजर सकती है. वही दूसरी ओर यह उम्मीद की जाती लड़की से कोई सवाल ना पूछा जाए. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ആൺകുട്ടികളെ കുറിച്ചിട്ട് ചോദിക്കാൻ പാടില്ല. പക്ഷെ പെൺകുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ചോദ്യം പോലും അവർ ആരുടെ ഭാഗത്തുനിന്ന് ചോദിക്കില്ല എന്നാണ് പറയുന്നത്. इसी बात महिलाओं के सम्मान और अधिकारों का गला गढ़ती है. ഇപ്രകാരം പെൺകുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തടസ്സമാകുകയാണ്. इसलिए रामस्वरूप അനുചിത कर रहे हैं, ഇതിനെക്കുറിച്ച് രാംസ്വരൂപ് അനുചിതമായിട്ട് പ്രവർത്തിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, गोपाल प्रसाद विवाह को बिजनेस मानते हैं और रामस्वरूप अपनी बेटी को उच्च शिक्षा छिपाने, क्या आप मानते हैं कि दोनों की समाप्त रूप में अपराधी है? अपने विचार कीजिए. ഗോപാൽ പ്രസാദ് വിവാഹത്തിന് ബിസിനസ്സായി കണക്കാക്കുകയും രാംസ്വരൂപ് മകളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് പറയാണ്ടിരിക്കുന്നതൊക്കെ രണ്ടുപേരും കുറ്റക്കാരെന്നാണ് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ അഭിപ്രായം എഴുതുകാനാണ് പറയണത്. प्रसाद एक बहुत बड़े अपराधी है क्योंकि उनके लिए रिश्तों और व्यक्तियों कोई महत्व ना है. ഗോപാൽ പ്രസാദ് വളരെ അധികം അപരാധിയാണെന്ന് പറയുന്നു. കാരണം ഒരു ബന്ധങ്ങളെക്കുറിച്ചോ വ്യക്തികളുടെ മഹത്വത്തെക്കുറിച്ചോ അയാൾക്ക് അറിയില്ല. रामस्वरूप एक अपराधी है क्योंकि ज़माने में दबाव में आकर पाप कर रहे हैं. രാംസ്വരൂപും ഒരു അപരാധിയാണ്, സമൂഹത്തിനെ അടിച്ചമർത്തുകയും ആക്കർ പാപ് കർ രഹേ ഹെ, അയാൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗോപാൽ പ്രസാദ് ഇസ് ബാത് കോയി മത്ലബ് നെഹി, എന്താണ്, യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. कि उसके बेटे का वैवाहिक जीवन कैसा रहेगा. रामस्वरूप किसी तरह से अपनी बेटी से पीछा छूटने चाहते हैं. എങ്ങനെയെങ്കിലും എന്താണ് മത്ലബ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാംസ്വരൂപ് മകൻ്റെ വിവാഹം കഴിയാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അച്ഛൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും മകളെ ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെയാണ് ഇതിൽ കഥയിൽ പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, अपने लाडले बेटे के रीढ़ की हड्डी की भी हो या नहीं, उमा इस कथन के माध्यम से शंकर की किन कमियों की ओर संकेत करना चाहिए. നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് നട്ടിലുണ്ടോ ഇല്ലയോ എന്ന പ്രസ്താവനയിലൂടെ ഉമ്മ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ശങ്കറിൻ്റെ എന്തെല്ലാം കുറവുകളാണ്. ശങ്കർ കിസി ആജ്ഞാകാരി ബാലയ്ക്ക് തര ചുപ്ചാപ്പ് ബട്ടെ, അനുസരണയുള്ള ഒരു ബാലകൻ്റെ പോലെ ഉണ്ടാതിരിക്കുകയാണ് ചെയ്യുക. ഉസ്കെ ലിയെ അപ്നി ഇച്ഛാക്കോ കോയി മത്ലബ് നഹീ ഹെ, അവൻ്റെ താല്പര്യങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരഭിപ്രായമില്ലാത്ത ഒരാളാണ്. ഇസ്മേ സ്വാഭിമാനിക്ക് ഗത്ത് കമ്മി, അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ല, സ്വാഭിമാനമില്ല. യ ബാത് ഉസ്കെ യഹ് മാൻ ലേനെ കി പता चला कि वह इस बात की आश्वास नहीं है उसकी पढ़ाई कब पूरी होगी.
അവന് തൻ്റെ പഠനം ഇപ്പോൾ പൂർത്തിയാക്കാനും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഉസെ അപ്പനി ഭാവി പത്നിക്ക് വ്യക്തിത്വ കോ ജാനനെ ഭി കോയി രുചി നഹീ. എന്നാൽ അവൻ്റെ ഭാവി പത്നിയെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള രുചിയും അവനക്ക് താല്പര്യവും അവനക്കില്ല എന്ന് പറയുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ, ശങ്കർ जैसे लड़कों या उमा जैसी लड़की समाज किस प्रकार के व्यक्तित्व की ज़रूरत है? तर्क सहित उत्तर दीजिए. ശങ്കറിനെ പോലൊരു ആൺകുട്ടിയെ, ഉമ്മയെ പോലൊരു പെൺകുട്ടിയെ, ഏതുതരം വ്യക്തികളാണ് സമൂഹത്തിന് വേണ്ടത്? യുക്തിസഹജമായി ഉത്തരം എഴുതുക. ശങ്കർ ജैसे लड़के जहाँ एक और समाज को पंगु बनाते हैं. ശങ്കർ പോലെയുള്ള ആൾക്കാർ, യുവാക്കൾ, ആൺകുട്ടികൾ സമൂഹത്തിന് എന്താണ് പങ്കുവാണെന്ന് പറയുന്നത്, നാശമാണെന്ന് പറയും. ദൂസരി ഓർ അപ്നെ സാത്ത് സാത്ത് സമാജ് को भी पतन की ओर धक लेते हैं. അത് നമ്മളെ പതനത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. സമാജ് के आज जैसे व्यक्तित्व की तलाश है. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികളെ അന്വേഷിക്കണം. ആ സമാജമേ ഉസ്കി ജൈസി സാഹസി ശിക്ഷിത് സഭ്യ സ്പഷ്ടത്തിൽ ലടുക്കിക്ക് ആവശ്യകത. നമ്മുടെ സമൂഹത്തിൽ സാഹസിയായിട്ടുള്ള, പഠിച്ചിട്ടുള്ള, സഭ്യമുള്ള, സ്പഷ്ടമായിട്ടുള്ള പെൺകുട്ടികളെയാണ് ആവശ്യകത. ऐसी लड़कियों की समाज के തഥാകഥിത്. ഇപ്രകാരമുള്ള പെൺകുട്ടികൾ സമൂഹത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് അതിനാധികാരത്തെ നമുക്ക് കണ്ണാടി പോലെ കാണിച്ചു തരുന്നു. വിഷയരൂപ പിടിച്ചു നിൽക്കുക എന്നതെന്ന് അങ്ങനത്തെ പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ്. വിഷയരൂപ സമാജ് को उमा जैसी क्रांतिकारी लड़की ही होना चाहिए जो समाज को एक नई दिशा प्रदान करते. നിശ്ചിത രൂപത്തിൽ, നല്ല രൂപത്തിൽ തന്നെ ഉമ ക്രാന്തികാരി ലടുക്കി ഹി ചാഹിയെ, ഉമ്മയെപ്പോലുള്ള പുതിയ ദിശാബോധം നൽകാൻ കഴിയുമെന്ന വ്യക്തിയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. സമാജ് നയി ദിശ പ്രദാൻ കർത്തേ സക്ത. അതന്നെ ദിശാബോധമുള്ള, സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ആണെന്ന് പറയുന്നത് ഉമ്മ എന്ന് പറയുന്നത്. 7ാം ദിവസം റീഡിക്കാട്ടി ശീർഷയ്ക്ക് സ്വാർത്ഥത സ്പഷ്ട കീജിയെ. കഥയുടെ പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കുക. रेटक्याटी एकांकी का शीर्षक प्रतीकात्मक है. शरीर में रेटक्याटी शरीर को सीधा रखती है. ശീർഷക പ്രതീകാത്മകമാണ്. അതുപോലെ തന്നെ ശരീരമേ റീട്ട്ക്യാട്ടി ശരീരക്കു സീതാരക്തി. ശരീരത്തിൽ റീട്ട്ക്യാട്ടി ശരീരത്തിൽ നേരെ നിലനിർത്തുന്ന, നട്ടൽ നമ്മളെ നേരെ നിർത്തുന്നതാണ്. എനിക്ക് ശരീരമേ റീട്ട്ക്യാട്ടി നെയ് ഹോത്തി വേ സീതേ ഗഡേ ബി നെയ് ഹോത്തെ. ശരിക്ക് നട്ടലില്ലെങ്കിൽ നേരെ നിർത്താനായിട്ട് സാധിക്കില്ല. ശങ്കർക്ക് ഭൗതിക ചാരിത്രികവും ശാരീരികവും അയോഗ്യതയ്ക്ക് കാരണം ഉമ്മാനെ ഇസേ ബിന റീട്ട്ക്യാട്ടി വാല കഹാ ഹെ. അതുകൊണ്ട് തന്നെ ശങ്കർ ഭൗതികമായിട്ടുള്ള ചരിത്രത ഉള്ളതും ശാരീരികവുമായിട്ടുള്ള അയോഗ്യതകളുള്ളത് കാരണം ഉമ്മാനെ എന്ത് പറയുന്നു, ശങ്കറിനെ റീട്ടിക്ക് ഹട്ടിവാല എന്ന് വെളിപ്പെടുത്തുന്നു. ശങ്കർ ജैसे युग चरित्रहीन परजीवी और सारी उम्र दूसरों की इशारों पर चलने ഫലതഃ ये समाज पर बोझ होते हैं. സമൂഹത്തിന് എന്താണ്, യുവക ചരിത്രഹീനനാണ്, പരജീവിയാണ്, സാരി ഉമ്ര ദൂസറോങ്കി ഇഷാരോ പർ ചലത്തെ ഹെ. അദ്ദേഹത്തിൻ്റെ വയസ്സ് മുഴുവൻ മറ്റുള്ളവരിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് എന്താണ്, ഒരു ബാധ്യത പോലെ, ഒരു ഭാരമായിട്ടാണ് കാണുന്നത്. ये स्थिति सामाजिक भी है. गोपाल प्रसाद ऐसी घटिया या तकनुसीवीर तथा आत्मकेंद्रित व्यक्तियों का प्रश्न देने वाली सामाजिक व्यवस्था भी लचर और असंदिग्ध होते हैं. ഗോപാൽ പ്രസാദ് ജैसे യാഥാസ്ഥിക ചിന്തകനും സ്വയം തീരുമാനിക്കുന്നതും തഥാ ആത്മകേന്ദ്രിത വ്യക്തിയോങ്കോ ആത്മകേന്ദ്രിതമായ വ്യക്തികളെ പ്രശ്രയ ദേനെ വാലി സാമാജിക വ്യവസ്ഥ ഭി और दुर्बल असंतुलित है. എന്താണ് പറയുന്നത്, ഗോപാൽ പ്രസാദിൻ്റെ യാഥാസ്ഥിക ചിന്തകരും സ്വയം തീരുമാനങ്ങളെടുക്കുന്ന ആളുകൾ പിന്തുണയ്ക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയും ദുർബലമായി നിലനിൽപ്പില്ലാത്തതുമാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എവിടെയും നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. ऐसे समाज को भी बिना रेट के हट्टी वाला समाज कहा जाता है. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ സമൂഹത്തെ നമ്മൾ റേട്ടിക്ക് ഹട്ടി സമാജ് എന്ന് ആൾക്കാരുള്ള സമൂഹത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, റേട്ടിക്ക് ഹട്ടി നട്ടലില്ലാത്ത സമൂഹം എന്ന് പറയപ്പെടുന്നു. इस प्रकार दोहरा अर्थ रखने वाला शीर्षक स्वार्थ उपयुक्त और स्वार्थक है. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇരട്ടർത്ഥമുള്ള ഈ ശീർഷകം തികച്ചും ഉചിതമായ അർത്ഥപൂർണവും ആയതാണ്. कथावस्तु के आधार पर आप किसी एकांकी का मुख्य पात्र मानते और वाक्यों.
कथावस्तु के आधार पर हम कहते सकते पुरुष पात्र गोपाल प्रसाद मुख्य है, जबकि स्त्री पात्र उमा चरित्र है. दोनों महत्व और प्रधानता आती है. പുരുഷപാത്രത്തിൽ ഗോപാൽ പ്രസാദും സ്ത്രീയിൽ ഉമയുമാണ് എനിക്ക് രണ്ട് പാത്രങ്ങളും പ്രധാനത അർഹിക്കുന്നതാണ്. तो मुझे उमा की ഏകാംഗി മുഖ്യ പാത്ര लगाती है. ഉമയാണ് കൂടുതലായിട്ട് മുഖ്യമായി കാണുന്നത്. भले एकांगी में दड़े समय के लिए परंतु एकांगी उद्देश्य के संदेश उमा द्वारा पाठकों या दर्शकों को पहुंचाती है. ഉമ മുഖേന പല ഉദ്ദേശങ്ങളും നമ്മൾ പഠിക്കുന്നവരിലേക്കും കാണുന്നവരിലേക്കും എത്തിക്കുന്നു. एकांगी के कथानक ताना उमा चरित्र केंद्र एकर भी गुना है. माधुर जी ने अपनी बातों या विचारों उमा के चरित्र इर्द गिर्द सारी कहानियाँ बुनती हैं. उसके अभाव की कहानी अधूरी ही रह जाते हैं. ഉമ്മയുടെ കഥാപാത്രങ്ങൾ ജഗദീഷ് ചന്ദ്ര മാധുർ അപ്പിനി ബാത്തും യാ വിചാരോക്ക് ഉമ ചരിത്ര ഉമ്മയുടെ കാര്യങ്ങളും വിചാരങ്ങളും ഈർദ് ഗിർദ്ക്ക് സാരി കഹാനിമേ എല്ലാ കാര്യങ്ങളും കഹാനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്കാ ഭാവമേ ഉമ്മയില്ലെങ്കിൽ ആ കഥ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത പോലെയാണെന്ന് പറയുന്നു. അതാ ഹം കഹ സക്തെ ഹെ കി ഏകാംഗി में ഉമ്മ का ചരിത്ര മുഖ്യ है. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ചരിത്രം മുഖ്യമാണെന്ന് പറയുന്നു. एकांगी के आधार पर राम स्वरूप और गोपाल प्रसाद की चित्र विशेषता लिखिए. രാം സ്വരൂപ് ഏക സാധാരണ വ്യക്തി है. രാം സ്വരൂപ് എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയാണ്. സാമാജിക സമസ്യ भी സൗഹാർദ്ദം സംരസത അസൽ സൗഹാർദ്ദം അദ്ദേഹം ആഗ്രഹിക്കുന്നു സമൂഹത്തിൽ. उनके मन में ना तो पुरुष होने के तंबू है और ना स्त्रियों के प्रति कोई हीन भावना. എന്താ അയാൾക്ക് പുരുഷനാണെന്ന അഹങ്കാരമോ സ്ത്രീകളുടെ അധികാരമോ ഭാവമോ ഇല്ല എന്നാണ് പറയുന്നത്. आधुनिक होने के कारण वे शिक्षा को सबसे लिए आवश्यक समझाते हैं. ആധുനിക होने के कारण ആധുനികമായതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ആവശ്യമാണെന്ന് പറയുന്നു. സാമാജിക रूढ़ियों और परंपराओं को धंधा बताकर उन्होंने अपनी बेटी उमा उनकी शिक्षा दिलवाई. സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അവൻ്റെ മകൾക്ക് എന്താണ് ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നു. परंतु उनमें टूट इच्छाशक्ति आत्मविश्वास के विरोध करने की क्षमता का अभाव है. परंतु അതുകൊണ്ട് തന്നെ ദൃഢ ഇച്ഛാശക്തി ആത്മവിശ്വാസത്തെ വിരോധിക്കുക പറഞ്ഞാൽ ക്ഷമതാക്ക. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്ഷമത ഇല്ല എന്നാണ് അഭാവമാണെന്ന് പറയുന്നു. പലത ഉൽക്ക ചരിത്രക്ക ബെച്ചാര ഒരു ലാച്ചക്കത്തി ദേശീയക്കാർക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാർത്ഥതയും അതുപോലെ അത്യാഗ്രഹം ജയ്സ ദിക്കാത്തെ അത്യാഗ്രഹം ഉള്ള ഒരു വ്യക്തിയായി കാണുന്നു. ഒരു സ്വാർത്ഥ അത്യാഗ്രഹം കാണാനായിട്ട് കഴിയുന്നു. ഗോപാൽ പ്രസാദ് ധൂർത്ത് കിസ്മ കാ വ്യക്തി ഹെ. ധൂർത്തനായിട്ടുള്ള ഒരു വ്യക്തി ലാച്ചർ ദിക്കാത്ത ആത്മവിശ്വാസമില്ല നിസ്സഹായമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഗോപാൽ പ്രസാദ് എന്ന് പറഞ്ഞാൽ കിസ്മ വ്യക്തിയാണ്. സ്വഭാവ സ്വാർത്ഥി ഒരു ലാലച്ചി. അദ്ദേഹം സ്വാർത്ഥനാണ്, ലാലച്ചിയാണെന്ന് പറയുന്നു. വക്കീൽ होने के कारण आज समाज की शिक्षा महत्व को वह जानते हैं. സമൂഹത്തിൽ ശിക്ഷ മഹത്വമാണെന്ന് അറിയപ്പെടുന്നുണ്ട് വക്കീലായതുകൊണ്ട്. വ ആധുനികതാസെ പരിചിതർക്ക് കിന്തു उसके विचार दयानुसी रूढ़ियों के ग्रस्त और पारंपरिक है. എന്താ അദ്ദേഹം പറയുന്നു എന്നറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ യാഥാസ്ഥിതികവും പരമ്പരാഗതവുമാണ്. സ്ത്രീകളെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, നീലൂസ്കി മൻകി ഇജ്ജത്ത് നെയ്യ് കൂടുതലായിട്ട് ബഹുമാനമൊന്നുമില്ല. സ്ത്രീ പുരുഷയ്ക്ക് സമാനത ഗോർ വിരോധി. സ്ത്രീ പുരുഷൻ്റെ സമാനതയെക്കുറിച്ചിട്ട് ഒരുപാട് വിരോധമുള്ളൊരു വ്യക്തിയാണ്. വിവാഹ ജേസി ബന്ധൻസ് ബിസിനസ് മാനത്തെ വിവാഹം പോലെയുള്ള ബന്ധനങ്ങളും അതുപോലെ തന്നെ ഒരു ബിസിനസ്സായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നു. ഈ ഏകാംഗിക മുഖ്യ ഉദ്ദേശിക്കാഹിലേക്ക് ഈ ഏകാംഗിയുടെ മുഖ്യ ഉദ്ദേശം എന്താണ്? കേട്ടിക്കാട്ടി ഏകാംഗി ജഗദീഷ് ചന്ദ്ര മാധവ്ജി കെ ബോർക്ക താര ശീർഷക സങ്കലിത ബോർക്ക താര എന്ന ശീർഷകത്തിലെ പുസ്തകമാണെന്ന് പറയുന്നു. इसका एकांगी उद्देश्य समाज की उस घृणित मनोवृत्ति का पर्दाफेश करना है. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മനോവൃത്തികളെ തുറന്നു കാണിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. സ്ത്രീയോങ്കി പുരുഷോങ്കി തുലന കുറിച്ച് സംശയിനഹി. ആർക്കും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുലനയെക്കുറിച്ചിട്ട് അറിയില്ല. അഥവാ ഏകദം മിസ്ലെ സർക്കാർ മാനത്തിഹെ ഒരേപോലെയാണെന്നാണ് പറയപ്പെടുന്നത്. പുരുഷോങ്കി പക്ഷപാതി समाज व्यवस्था के शादी विवाह के अवसर पर वैवाहिक संबंध तय करते समय लड़कियों के साथ पशुवध व्यवहार किया गया था. പുരുഷൻ്റെയും സ്ത്രീയുടെയും കല്യാണം
നടക്കുന്ന സമയത്ത് വൈവാഹിക സംബന്ധത്തിൽ അവർക്ക് അഭിപ്രായം പറയാനോ ലഡിക്കോം കെ സാത്ത് പശുവത് വ്യവഹാരം പെൺകുട്ടികളോട് ഒരു മൃഗങ്ങളോട് എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലത്തെ വ്യവഹാരമാണ് കാണിക്കുന്നത്. ഉനക്ക ഇസ് പ്രകാരക്ക് നിരീക്ഷൺ ജാഞ്ച് യാ തോൽ മോൽ കിയാ ഗയ. അതുകൊണ്ട് ഈ നിരീക്ഷണം നല്ലപോലെ അളവുകോല് പോലെ എന്നുവെച്ചാൽ എന്താ തൂക്കി കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കിയാ ജാത്തയെ ഇങ്ങനെ ചെയ്യുന്നു. ജैसे वे कोई बेचैन वस्तु या बेचैन पशु है എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എടുക്കാലെടുക്കും പശുക്കളെ പോലെയാണ് സ്ത്രീകളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്ര വരെ മതി കേട്ടോ.